Hello, everyone, and welcome. In this video, we are going to discuss the short story, The Telltale Heart. Okay, we had discussed I think, almost half of the story from the class itself. അതിൻ്റെ ഒരു ബാക്കിയാണ് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ബട്ട് സ്റ്റിൽ ഐ എം ഗോയിങ് ത്രൂ ദ എൻ്റെ സ്റ്റോറി. അപ്പം അതൊരു കണക്ഷൻ കിട്ടൂല. അപ്പം നമ്മൾ എവിടെയാണ് നിർത്തിയോടത്തെന്ന് പറയുമ്പോൾ എനിവേ ഞാനത് മുഴുവനായിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് പറയാം. ഐ എം ഗോയിങ് a bit fast. Okay. So ടെൽ ഹാർട്ട്, ഇപ്പോൾ ഇതിൻ്റെ ഒരു ടൈറ്റിൽ ഇറ്റ് സെൽഫ് ഒരു ടെൽ കഥ പറയുന്ന ഹാർട്ട് എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ അതിൻ്റെ ടൈറ്റിൽ വരിക. അത് യു വിൽ അണ്ടർസ്റ്റാൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദ സ്റ്റോറി. ഓക്കെ, ആൻഡ് ഇറ്റ്സ് എ ഷോർട്ട് സ്റ്റോറി ബൈ എഡ്ഗർ അലൻ പോ. ആൻഡ് ഇതിനകത്തുള്ള പ്രൈമറി തീംസ് എന്താണ്? ഗിൽട്ട്, അതുപോലെ മാഡ്നെസ്, ഒബ്സെഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു എക്സ്ട്രീം ഡിസയറാണ്. ഈ ഒരു സ്റ്റോറിയിൽ ഈ നരേറ്റർ അദ്ദേഹം ഒരു എൽഡർലി ആയിട്ടുള്ള ഒരാളെ അയാളുടെ കണ്ണ് ഇഷ്ടപ്പെടാത്ത കാരണം കൊണ്ട് അയാളെ കൊല്ലുക എന്നുള്ളതാണ്. ആ കൊല്ലാനുള്ള ആ ഒരു ഡിസയറാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്റ്റോറിയിലുള്ള ആ ഒരു ഒബ്സെഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് the narrator opens the story by addressing an unnamed listener, insisting that although he is nervous, he is not insane. He claims his nervous condition has heightened his senses, particularly his hearing, which he describes as acute enough to hear sounds from heaven, earth, and even hell. And അദ്ദേഹം ഈ കഥ തുടങ്ങുന്നത് തന്നെ അദ്ദേഹം സെയിനാണ് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. ഈസ് നോട്ട് ഇൻസെയിൻ എന്ന് പറയുന്നത് മാഡാണ്, അദ്ദേഹം ഇൻസെയിൻ അല്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ ഒരു സ്റ്റോറി തുടങ്ങുന്നത് തന്നെ. അപ്പം അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹത്തിന് എന്തോ കുഴപ്പമുണ്ട് എന്നുള്ളത്. ഒരാൾ ഐ എം സെയിൻ, ഐ എം നോട്ട് മാഡ് എന്നൊക്കെ പറയുമ്പോൾ വി വിൽ ഹാവ് എ ഫീലിംഗ് ലൈക്ക് ഹി ഹാസ് സം പ്രോബ്ലം, റൈറ്റ്, മെൻ്റലി. അപ്പം അങ്ങനെ ഒരു പ്രോബ്ലം ഉള്ള ഒരാൾ തന്നെയാണ് അദ്ദേഹം, നമ്മുടെ നരേറ്റർ. ആൻഡ് ഇറ്റ്സ് ഇത് കഥ പറയുന്നത് ഒരു ഡ്രമാറ്റിക് മോണോലോഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ്. ദാറ്റ് ഈസ്, ഒരാൾ മാത്രമേ ഇതിനകത്ത് സംസാരിക്കുന്നുള്ളൂ. നമുക്ക് വേറെ ഒരാളുടെ ഒരു റിപ്ലൈയോ അങ്ങനെയുള്ള ഒന്നും ഇതിനകത്ത് കാണാൻ പറ്റില്ല. ഒരു സിംഗിൾ നരേറ്ററിലൂടെ മാത്രം, അയാളുടെ ചിന്തകളിലൂടെയാണ് നമ്മൾ ഈ ഒരു സ്റ്റോറി വായിക്കുമ്പോൾ കടന്നു പോകുക. ഓക്കെ, അപ്പോൾ അയാളുടെ ഒരു മൈൻഡ് നമുക്ക് ശരിക്കും വളരെ ക്ലോസ് ആയിട്ട് ഈ സ്റ്റോറി വായിക്കുമ്പോൾ നമുക്ക് കിട്ടും. ഒറിജിനൽ സ്റ്റോറി വായിക്കുമ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു സംഗതി കിട്ടും കേട്ടോ. അപ്പോൾ ഒരു സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കും കൂടിയാണത്. മൈൻഡിനകത്തുള്ള കാര്യം ഇദ്ദേഹം ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത്. സോ വി വിൽ ഗെറ്റ് എ ക്ലിയർ പിക്ചർ ഓഫ് വാട്ട് ഈസ് ഗോയിങ് ഓൺ ഇൻ ഹിസ് മൈൻഡ്സ്. ഓക്കെ, ആൻഡ് അദ്ദേഹം ഇൻസെയിൻ അല്ല, അദ്ദേഹം സെയിൻ ആണ്. ഇറ്റ്സ് നോട്ട് മാഡ്, ഇറ്റ്സ് നോർമൽ എന്ന് അദ്ദേഹം ത്രൂ ഔട്ട് പറയുന്നുണ്ട്. അത് അദ്ദേഹം പറയുന്നു. ഇനിയിപ്പോൾ അദ്ദേഹം മാഡാണ് എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ സെൻസസിനെ ഒന്നും കൂടി അക്യൂട്ട് ആക്കിയിട്ടേ ചെയ്തിട്ടുള്ളൂ. ഒന്നും കൂടി അദ്ദേഹത്തിൻ്റെ സെൻസസ് എല്ലാം കാര്യങ്ങളെ ഗ്രാസ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂട്ടിയിട്ടേ ഉള്ളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇദ്ദേഹത്തിന് ഈവൻ ഹെവനിൽ ഉള്ള സൗണ്ട് പോലും കേൾക്കാൻ പറ്റും എന്നൊക്കെ അദ്ദേഹം പറയുന്നു. എന്ന് അദ്ദേഹം പറയുന്നുണ്ട്, ഹി ഇൻറ്റൻസ് ടു പ്രൂവ് ഹിസ് സാനിറ്റി ബൈ റിക്കൗണ്ടിങ് എ സീരീസ് ഓഫ് ഈവൻറ്റ്സ് ദാറ്റ് ലെഡ് ടു മർഡർ, കോൺഫിഡൻറ്റ് ദാറ്റ് ഹിസ് കൺട്രോൾ ആൻഡ് കോഷൻ ഡിസ്പ്രൂവ് എനി മാഡ്നെസ്. അദ്ദേഹം പറയുന്നു, നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ സാനിറ്റിയിൽ സംശയം ഉണ്ടെങ്കിൽ, ദാറ്റ് ഈസ് അദ്ദേഹത്തിൻ്റെ ഭ്രാന്തല്ലാത്ത ആ ഒരു അവസ്ഥയാണ് സാനിറ്റി. ആ ഒരു സാനിറ്റിയിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതെല്ലാ ആളുകൾക്കും, ഞാനൊരു കഥ പറയാൻ പോവാണ്, ഒരു മേർഡറിൻ്റെ ആ കഥ പറഞ്ഞ് അവസാനിപ്പിക്കണം, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം അത്രയും ഇൻ്റലിജൻ്റ് ആയിട്ട് കെയർഫുള്ളി അദ്ദേഹം ആ ഒരു മേർഡർ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. സോ അതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആർക്കെങ്കിലും ഞാൻ മാഡാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ തോന്നൽ മാറും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തുടങ്ങുന്നു. പക്ഷേ അങ്ങനെയുള്ള പറച്ചിൽ തന്നെ ഒരു മാഡ്നെസ്സിൻ്റെ ഒരു സിംസാണ്, റൈറ്റ്. അദ്ദേഹം ഇനി ഒരാളെ കൊല്ലുന്ന കഥയാണ് പറയാൻ പോകുന്നത്. അദ്ദേഹം പറയുന്നു, ഒരു ഓൾഡ് മാൻ്റെ കണ്ണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നത്. ദ നരേറ്റർ എക്സ്പ്ലെയിൻസ് ഹൗ ഹി ബിക്കെയിം ഹോണ്ടഡ് ബൈ ദ ഓൾഡ് മാൻസ് ഐ വിച്ച് റിസംബിൾ ദാറ്റ് ഓഫ് എ വൾച്ചർ, പെയിൽ ബ്ലൂ ആൻഡ് ക്ലൗഡഡ്. ഇതാണ് ഒരു കണ്ണ്, ഒരു മനുഷ്യൻ്റെ കണ്ണ്, ഒരു ഓൾഡ് മാൻ്റെ കണ്ണ് ഇയാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. വൾച്ചറിൻ്റെ കണ്ണ് പോലെയാണെന്നും പെയിൽ ബ്ലൂ ആണ്, ആൻഡ് അതിന് മുകളിലൊരു ക്ലൗഡുള്ള പോലെ അദ്ദേഹത്തിന് തോന്നുന്നു. ഹി ഫീൽസ് ലൈക്ക് ദാറ്റ് ഐ ഈസ് എക്സ്ട്രീംലി അഗ്ലി. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു ഓൾഡ് മാനെ കൊല്ലാൻ പോകുന്നത് കേട്ടോ. ഈ ഓൾഡ് മാനെ കൊല്ലാൻ പോകുന്ന കഥയാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിന് ഈ ഓൾഡ് മാൻ
മാനുണ്ട് പ്രത്യേകിച്ച് യാതൊരു ദേഷ്യമില്ലെന്ന് പറയുന്നുണ്ട്. Although he claims to feel no ill will towards the old man and harbors no desire for his wealth, he becomes fixated on the eye, which fills him with irrational terror. Eventually, he resolves to kill the old man to rid himself of the eye forever. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വെൽത്തിന് വേണ്ടിയിട്ടല്ല അദ്ദേഹത്തെ കൊല്ലുന്നതെന്ന് പറയുന്നു. അദ്ദേഹത്തോട് മറ്റു യാതൊരു ദേഷ്യമില്ല. ഒരൊറ്റ കാരണമാണ് അദ്ദേഹത്തിൻ്റെ കണ്ണ് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ആ കണ്ണ് എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇദ്ദേഹത്തെ കൊല്ലാൻ തീരുമാനിക്കുന്നത്. ആൻഡ് ഇനി അദ്ദേഹം ആ കൊല്ലുന്ന സീനുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. And asserting his sanity, the narrator describes the calculated way he prepares for the murder. For a week, he visits the old man's room every night at midnight, moving slowly and quietly to avoid waking him. Each night, he cautiously opens the door and shines a narrow beam of light on the old man's eye. But he finds it's closed each time and cannot bring himself to act. His detailed description of these nightly rituals highlights both his patience and his obsession. ഇദ്ദേഹം ആ കൊലപാതകം കമ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും അദ്ദേഹം ഈ ഓൾഡ് മാൻ്റെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. 7 ദിവസത്തോളം അദ്ദേഹം ഓൾഡ് മാൻ്റെ റൂമിലേക്ക് പോയി ഈ ഒരു ക്രൈം നടത്താൻ പറ്റാതെ തിരിച്ചു പോകുന്നു അദ്ദേഹം പറയുന്നത്. മിഡ് നൈറ്റിലാണ് അദ്ദേഹം പോകുന്നത്. അദ്ദേഹം ഒരു സൈക്കോ കില്ലറാണ് എന്ന് തെളിയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒബ്സഷനാണ്. അത്രയും അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്ലാൻ പോലെ തന്നെ ആ കൊലപാതകം നടക്കണം. ഓക്കെ, അതിൽ ഇദ്ദേഹം ഒബ്സസ്ഡാണ്, അതിൽ അദ്ദേഹം ഡിറ്റർമൈൻഡാണ്. അപ്പോൾ ഇതുവരെ കൊല്ലാത്തത് 7 ദിവസം പോയിട്ടും കൊല്ലാത്തതിൻ്റെ കാരണം ഇദ്ദേഹം പറയുന്നത് ആ കണ്ണ് കാണണം. ഓക്കെ, ആ കണ്ണ് കാണുന്ന സമയത്താണ് ഇദ്ദേഹത്തിന് ആ ആങ്കർ വരികയും ഇയാളെ കൊല്ലാനൊക്കെ തോന്നുകയൊക്കെ ചെയ്യാം. ആ കണ്ണ് കാണുന്ന സമയത്തായിരിക്കണം കൊല്ലേണ്ടത്. 7 ദിവസം പോയ സമയത്ത് ഇദ്ദേഹം വളരെ കെയർഫുള്ളി ഡോറൊക്കെ ഓപ്പൺ ചെയ്തു, പതുക്കെ പതുക്കെ, അതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ ഒരു സ്റ്റോറിയിൽ പറയുന്നത് അല്ലേ. സ്ലോലി 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 എന്നൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അദ്ദേഹം. ഒരുപാട് സമയം എടുത്തിട്ടൊക്കെയാണ് ഡോറ് തുറന്ന് പതുക്കെ പതുക്കെ ലൈറ്റൊക്കെ അടിച്ചിട്ട് അദ്ദേഹം ആ റൂമിലേക്ക് ചെല്ലുന്നു. പക്ഷെ എല്ലാ സമയവും ഇയാളുടെ കണ്ണ്, ഇയാൾ ഉറങ്ങുന്ന കാരണം മിഡ് നൈറ്റ് ആയതുകൊണ്ട് കണ്ണ് ക്ലോസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് കൊല്ലാതെ തിരിച്ചു പോരുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെന്താ സംഭവിച്ചത്? 8ാമത്തെ രാത്രി, ഓൺ ദി 8th night, the narrator feels an unusual confidence and pride in his careful approach. However, this time the old man wakes, sensing someone in the room. The narrator remains still, holding his breath for an hour as the old man lies in terror, trying to calm himself. Finally, the narrator opens his lantern just enough to shine a thin beam onto the old man's open eye, which he describes with revulsion. And 8ാമത്തെ ദിവസം അദ്ദേഹം സ്ഥിരമായി പോകുന്ന പോലെ രാത്രി മിഡ് നൈറ്റിൽ അദ്ദേഹം പോയി. ഇന്നും അതേപോലെ തന്നെ ഓൾഡ് മാൻ ഉറങ്ങായിരുന്നു. പക്ഷേ ചെറിയൊരു സൗണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ വിളക്കിൽ അദ്ദേഹം ഒരു ലാൻറ്റേൺ കൊണ്ടുപോകുന്നുണ്ട് കയ്യിൽ. അതിൻ്റെ എവിടെയോ കയ്യോ വിരലോ എന്തോ തട്ടി ചെറിയൊരു സൗണ്ട് ഉണ്ടാവുകയും അത് കേട്ടിട്ട് ഈ ഓൾഡ് മാൻ എഴുന്നേൽക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഹി ഫീൽസ് ലൈക്ക് സമ്മൺ ഈസ് ദെയർ. പക്ഷേ ഭയങ്കര ഇരുട്ടായിരുന്നു റൂമിനകത്ത്. അതുകൊണ്ട് സൗണ്ട് കേട്ടതിനപ്പുറം അദ്ദേഹം ആരും അവിടെ കണ്ടില്ല. പക്ഷെ അദ്ദേഹം അവിടെ ഉറങ്ങാതെ ബെഡിൽ ഇങ്ങനെ കുറേ സമയം ഇരുന്നു എന്ന് പറയുന്നുണ്ട്. അതേ സമയം തന്നെ അദ്ദേഹം ആ സൗണ്ട് വന്നത് വേറെ പല, അവിടെ ആരുള്ളത് കൊണ്ടല്ല, വേറെ പല കാരണങ്ങൾ കൊണ്ടാണ് സൗണ്ട് വന്നതൊക്കെ അദ്ദേഹം സ്വയം സമാധാനിക്കുന്നൊക്കെ ഉണ്ട്. ഒറിജിനൽ ടെക്സ്റ്റ് വായിക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് നോക്കാം, അതിനകത്ത് ഉണ്ട് അദ്ദേഹം ചില കാര്യങ്ങൾ ഇങ്ങനെ ഇമാജിൻ ചെയ്യുന്നത് ഇതുകൊണ്ടായിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ഇവിടെയാണത്. ഓക്കെ, അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ വിൻഡ് ഇൻ ദ ചിമ്നി, ഇറ്റ് ഈസ് ഓൺലി എ മൗസ് ക്രോസിംഗ് ദ ഫ്ലോർ, ഇറ്റ്സ് മിയർലി എ ക്രിക്കറ്റ് വിച്ച് ഹാസ് മെയ്ഡ് എ സിംഗിൾ ചേർപ്പ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അദ്ദേഹം സമാധാനിക്കുന്നുണ്ട് സൗണ്ട് കേട്ട സമയത്ത്. ഓക്കെ, ചിമ്നിയിൽ വിൻഡ് അടിച്ചതാണ്, ഒരു മൗസ് പാസ് ചെയ്തതാവാം, ഈ ക്രിക്കറ്റ് എന്ന് പറയുന്ന ചെറിയൊരു പ്രാണിയുണ്ട്, അത് ഒന്ന് ചലച്ചതാവാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സമാധാനിക്കുന്നത് കേട്ടോ. And then what happens next? The narrator, now incensed by the sight of the open eye, hears what he interprets as the old man's heart beating loud in fear. The sound grows louder, fueling in the narrator's rage and driving him to smother the old man.
After ensuring that the heartbeat has ceased, the narrator feels triumphant and relieved as the eye will torment him no longer. Then ഇദ്ദേഹം ഈ ലൈറ്റ് വളരെ കെയർഫുള്ളി ലൈറ്റ് അദ്ദേഹം കത്തിച്ചു. ലൈറ്റ് ഇയാളുടെ കണ്ണിലേക്ക് മാത്രം പതിക്കുന്ന രീതിയിൽ വളരെ കെയർഫുള്ളിയാണ് അതിൽ, വളരെ ഡിം ലൈറ്റാണ് അദ്ദേഹം കത്തിച്ചത്. കണ്ണ് മാത്രം കറക്റ്റ് കണ്ണിലേക്ക് മാത്രമാണ് ലൈറ്റ് പോയതെന്നൊക്കെ അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് നരേറ്റർ. മാത്രമല്ല ആ സമയത്ത് ഈ മനുഷ്യൻ്റെ ഹാർട്ട് ബീറ്റ് ഇദ്ദേഹം കേൾക്കുന്നുണ്ട് നരേറ്റർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സെൻസ് എന്ന് പറയുന്നത് ഇരട്ടിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അദ്ദേഹം പറഞ്ഞല്ലോ, നമ്മുടെ സ്റ്റോറിയുടെ ഹെവനിലുള്ള സൗണ്ട് പോലും കേൾക്കാൻ പറ്റും എന്നൊക്കെ പറയുന്നു. അപ്പം ഈ മനുഷ്യൻ്റെ ഹാർട്ട് ബീറ്റ് വളരെ കെയർഫുള്ളി ഇദ്ദേഹത്തിന് കേൾക്കാൻ പറ്റും. ഓക്കെ, ആ സൗണ്ട് ഇങ്ങനെ കൂടി വരുന്നതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ആദ്യം കുറച്ച് ചെറുതായിട്ട് കേട്ടു, അങ്ങനെ ആ സൗണ്ട് ഭയങ്കരമായിട്ട് ലൗഡായ സമയത്താണ് അദ്ദേഹം പെട്ടെന്ന് പോവുകയും ആ ഓൾഡ് മാനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുക ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് സ്മദർ ദ ഓൾഡ് മാൻ. സ്മദർ എന്ന് പറയുന്നത് ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നതിനാണ്, സ്മദർ ദ ഓൾഡ് മാൻ. ദെൻ അതോടുകൂടിയിട്ട് ഇദ്ദേഹം മരിക്കുന്നു. ആൻഡ് ആ ഹാർട്ട് ബീറ്റ് ഇദ്ദേഹം കേട്ടുകൊണ്ടിരുന്ന ഒച്ച നിലക്കുന്നു. അദ്ദേഹം മരിച്ചു എന്ന് ഇദ്ദേഹം ഉറപ്പുവരുത്തി. ആൻഡ് അതോടുകൂടി അദ്ദേഹത്തിന് ഭയങ്കര റിലീഫ്. അദ്ദേഹം അതിലേക്ക് ഡെഡ് ബോഡിയിലേക്കൊക്കെ നോക്കി ചിരിക്കുന്നൊക്കെ ഉണ്ട്. ഓക്കെ, ബിക്കോസ് ഹി ഹാസ് സക്സീഡഡ് ഇൻ ഹിസ് ആക്ട്സ്. ആൻഡ് ഇനിയും അദ്ദേഹത്തിന് ഈ കണ്ണിനെ കുറിച്ചിട്ട് വറീഡാവേണ്ട കാര്യമല്ല. ഓക്കെ, ഇനി കൊലപാതകം ചെയ്തതിന് ശേഷം അദ്ദേഹം ചെയ്തെന്താ? The narrator takes pride in the clever measures he uses to hide his crime. He dismembers the body and conceals it beneath the floorboards, leaving no traces of blood or evidence behind. He boasts of his thoroughness, believing that his successful cleanup demonstrates his intelligence and sanity. Then അദ്ദേഹം കൊന്നതിന് ശേഷം പിന്നെ ഈ മനുഷ്യൻ്റെ ബോഡിയൊക്കെ പീസാക്കുന്നുണ്ട്. കൈയും കാലൊക്കെ വെട്ടിയിട്ട് അദ്ദേഹം ഈ നിലത്ത്, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെയുള്ള സിസ്റ്റം അല്ല, ഈ വുഡൻ വെച്ചിട്ട് ഫ്ലോർ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്, ഈ നമ്മുടെ ഈ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ. അപ്പം അവിടെ ഫ്ലോറിലുള്ള ഈ വുഡ് കൊണ്ട് ചെയ്ത ഫ്ലോർ, അപ്പോൾ അതിലുള്ള പലക ഇളക്കി മാറ്റിയിട്ട് അതിൻ്റെ അടിയിൽ ആണ് ഈ ഡെഡ് ബോഡി ഇദ്ദേഹം ഒളിപ്പിച്ച് വെക്കുന്നത്. ഓക്കെ, പിന്നെ ഒരു ബ്ലഡോ ഒന്നും നിലത്ത് വീണിട്ടില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ക്ലിയർ ആക്കിയിട്ട് അതിലൊക്കെ അദ്ദേഹം ആ ഒരു ആക്ട്, കൊലപാതകം ചെയ്തതിൽ എത്രത്തോളം കണ്ണിങ്ങും കെയർ അദ്ദേഹം എടുത്തു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻ്റലിജൻസും അദ്ദേഹത്തിൻ്റെ സാനിറ്റി, അദ്ദേഹത്തിൻ്റെ ബുദ്ധിയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ കാര്യങ്ങളൊക്കെ പറയുന്നത്. വളരെ കെയർഫുള്ളിയാണ് അദ്ദേഹം, ഒരു എവിഡൻസ് ബാക്കി വെക്കാതെയാണ് അത് അവിടെ ഹൈഡ് ചെയ്തത്, ഡെഡ് ബോഡി. അപ്പോൾ ആ സമയം ആയപ്പോഴേക്കും ഏകദേശം 4 മണി ഒക്കെ ആവുന്നുണ്ട്. പിന്നെ ഒരു 4 മണി ആയ സമയത്താണ് അവിടേക്ക് പോലീസ് വരുന്നത് കേട്ടോ. ഷോർട്ട്ലി ആഫ്റ്റർ ഫിനിഷിംഗ് ഹിസ് ടാസ്ക്, the police arrive. Okay, the police arrive, responding to a neighbor's report of a scream. The narrator, feeling confident and untroubled, greets the officers warmly, explains that the scream was his own due to a bad dream, and even allows them to search the premises. He guides them to the old man's room, ultimately placing his own chair over the hidden body beneath the floorboards. അദ്ദേഹം പോലീസ് വരുന്നു. പോലീസ് 4 മണിക്കാവുന്ന സമയത്താണ് വരുന്നത്. ടെക്സ്റ്റിനകത്ത് അങ്ങനെയാണ് പറയുന്നത്. അവരെ വളരെ cheerfully then ട്രീറ്റ് ചെയ്യുന്നു. പോലീസ് പറയുന്നത് അയൽവക്കത്തുള്ള ഒരാൾ, ഒരു നൈബർ പോലീസിനെ വിളിച്ചതാണ്. തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ഒരു സ്ക്രീം കേട്ടു, ഒരു നിലവിളി കേട്ടപ്പം വിളിച്ചതാണ് എന്ന് പറഞ്ഞിട്ടാണ് പോലീസ് വന്നത്. ഓക്കെ, പോലീസിന് അദ്ദേഹം വളരെ വാമായിട്ട് വെൽക്കം ചെയ്യുന്നു. അവരോട് അകത്ത് കയറി ഇരിക്കാൻ പറയുന്നു. ആൻഡ് അദ്ദേഹത്തോട് പറയുന്ന ഈ സ്ക്രീം അദ്ദേഹം തന്നെ ഉണ്ടാക്കിയ ഒരു സൗണ്ടാണ്. സ്വപ്നം കണ്ട സമയത്ത്, ബാഡ് ഡ്രീം കണ്ട സമയത്ത് പേടിച്ചിട്ട് ഉണ്ടാക്കിയ ഒച്ചയാണെന്നൊക്കെയാണ് പോലീസിനോട് അദ്ദേഹം ആദ്യം പറയുന്നത്. പോലീസിനോട് ഇരിക്കാൻ പറയുന്നു. അദ്ദേഹം അവർക്ക് ചേർട്ട് കൊടുക്കുന്നു. ഈ ഓൾഡ് മാൻ അവിടെ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ. അതിനകത്ത് ഓൾഡ് മാൻ പുറത്തെന്തോ യാത്ര പോയതാണ്, അയാൾ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. അയാളുടെ റൂമിലേക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട്, റൂമൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ദെൻ ഈ ഡെഡ് ബോഡി മൂടി വെച്ച ആ ഒരു സെയിം ഫ്ലോർ ബോർഡിൻ്റെ മേലെ തന്നെയാണ് ഇദ്ദേഹം ചേർട്ടിട്ട് അവിടെ തന്നെ അദ്ദേഹം ഇരിക്കുന്നുണ്ട്, വളരെ കോൺഫിഡൻ്റ് ആയിട്ട്. അവർ പല ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, അതിനെല്ലാം അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് ആൻസറൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഒരു സംശയം അവർക്ക് കൊടുക്കുന്നില്ല എന്നാണ് നരേറ്റർ നമ്മളോട് പറയുന്നത്. At first, the narrator feels at ease as he chats with the police. However, he soon begins to hear a faint rhythmic sound which grows louder and more intense. Believing the sound to be the old man's heartbeat coming from beneath the floorboards, he becomes increasingly agitated. His mounting terror and guilt lead him to believe that the officers hear the sound as well and are mocking him. Overcome by the noise and his own paranoia, the narrator finally breaks down and confesses to the murder, shrieking that
The sound is the beating of the old man's heart beneath the floor. ദെൻ ആദ്യത്തിലൊക്കെ ഇദ്ദേഹം വളരെ നാച്ചുറലി ഒരു സംശയം കൊടുക്കാതെ വളരെ ഈസായിട്ട് വളരെ സിമ്പിളായിട്ട് പോലീസിനോട് ചാറ്റ് ചെയ്തു. പക്ഷെ പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു സൗണ്ട് കേൾക്കാൻ തുടങ്ങി. അത് ആദ്യം അദ്ദേഹം പറയുന്നുണ്ടല്ലോ, അദ്ദേഹത്തിന് വളരെ മൈന്യൂട്ട് സൗണ്ട് പോലും കേൾക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ മരിച്ച മനുഷ്യൻ്റെ ഹാർട്ട് ബീറ്റ് ആണെന്ന് പറഞ്ഞ അദ്ദേഹത്തിന് അങ്ങനെ തോന്നുകയാണ്. അദ്ദേഹം അങ്ങനെ സൗണ്ട് കേൾക്കുന്നു. അദ്ദേഹം പറയുന്നത് മരിച്ച ഈ മനുഷ്യൻ്റെ ഹാർട്ട് ബീറ്റ് ആണെന്നാണ്. അപ്പോൾ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കേൾക്കും. പക്ഷേ അത് പിന്നെ ആ സൗണ്ട് ഭയങ്കര ലൗഡായിട്ട് വരുന്നത് പോലെ അദ്ദേഹത്തിന് ഫീൽ ചെയ്യും. അത് ഇൻറ്റൻസിറ്റി കൂടുന്നതായിട്ട്, ഇറ്റ് ഗ്രോസ് ലൗഡർ ആൻഡ് മോർ ഇൻറ്റൻസ്. അങ്ങനെ അദ്ദേഹത്തിന് ഫീൽ ചെയ്യും. ആൻഡ് അതാണ് അദ്ദേഹം ചിന്തിക്കുന്നത്, ഈ സൗണ്ട് ഇപ്പം ഭയങ്കര ആകെ ട്രബിൾഡ് ആകാണ്. ഈ സൗണ്ട് ഭയങ്കരമായിട്ട് നിൽക്കുന്നില്ല, ഭയങ്കര സൗണ്ട് വരികയാണ്. മരിച്ച മനുഷ്യൻ്റെ ഹാർട്ട് ബീറ്റ് ആണെന്ന് അദ്ദേഹം വിചാരിക്കുന്നത്. ഓക്കെ. എന്നിട്ട് അദ്ദേഹം പിന്നെ ആൻസർ പറയുന്നതൊക്കെ ആകെ തെറ്റുന്നുണ്ട്. ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം വിഷയമൊക്കെ മാറ്റിയിട്ട് ഈ ചെറിയ ട്രൈഫിൾസ് ആയിട്ടുള്ള ഇഷ്യൂസിനൊക്കെ കുറിച്ചിട്ടൊക്കെ ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഈ ടോപ്പിക്കൊക്കെ മാറ്റാൻ ശ്രമിക്കും. അതൊന്നും വിജയിക്കുന്നില്ല. ഈ സൗണ്ട് അദ്ദേഹത്തെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഈ ഒരു ഹാർട്ട് ബീറ്റ്. ദെൻ അവസാനം അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു മെൻ്റൽ പ്രോബ്ലം ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നു ഈ സൗണ്ട് ഈ ചങ്ങായിമാരും കേൾക്കുന്നുണ്ട്, പോലീസുകാരും കേൾക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ്. കാരണം ഇദ്ദേഹം കേൾക്കുന്നുണ്ടെങ്കിൽ അവരും കേൾക്കുന്നുണ്ടാവും എന്നുള്ളൊരു കൈൻഡ് ഓഫ് ഫീലിംഗ് അദ്ദേഹത്തിന് വരുന്നു. ഇനി ഇത് കൂടുതൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. കാരണം പോലീസുകാർക്ക് അറിയാം ഇയാളാണ് കൊന്നത്. ആ ഹാർട്ട് ബീറ്റ് ഇയാൾ കേൾക്കുന്ന പോലെ തന്നെ പോലീസുകാരും കേൾക്കുന്നുണ്ട്. പോലീസുകാർ ഇയാളെ ചുമ്മാ മോക്ക് ചെയ്യാണ്, പറ്റിക്കുകയാണ്, കേൾക്കാത്ത പോലെ അഭിനയിക്കുക എന്നൊക്കെയുള്ള രീതിയിലൊക്കെ അദ്ദേഹത്തിന് ഫീൽ ചെയ്യുകയും അവസാനം അദ്ദേഹം ഞാനാണ് കൊന്നത് എന്നുള്ള കാര്യം ഫൈനലി ഹി ബ്രേക്സ് ഡൗൺ ആൻഡ് ഹി കൺഫെസസ് ടു ദ മർഡർ. ഓക്കെ. ആ ഫ്ലോറിലുള്ള ബോർഡൊക്കെ അദ്ദേഹം തുറന്ന് അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. ഓക്കെ. അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം കേൾക്കുന്ന സൗണ്ട് ആക്ച്വലി ഓൾഡ് മാനിൻ്റെ ഹാർട്ട് ബീറ്റ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ആ ഒരു സ്റ്റോറി അവസാനം അവിടെ എൻഡ് ചെയ്യുന്നത് കേട്ടോ. ദേ ഹേർഡ്, ദേ സസ്പെക്റ്റഡ്, ദേ ന്യൂ പറയുന്നത്, ദേ ന്യൂ, ദേ സസ്പെക്റ്റഡ്, ദേ ന്യൂ, ദേ വേർ മേക്കിംഗ് എ മോക്കറി ഓഫ് മൈ ഹൊറർ. This I thought and this I think, but anything was better than this agony. Anything was more tolerable than this derision. I could bear those political smiles no longer. എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം അദ്ദേഹം അത് കാണിച്ചു കൊടുക്കുന്നതാണ്. ആ സൗണ്ടാണ്, ആ ഹാർട്ട് ബീറ്റാണ്. ഐ മസ്റ്റ് സ്ക്രീം ഓർ ഡൈ ആൻഡ് നൗ അഗെയിൻ ഹാർക്ക് ലൗഡർ ലൗഡർ ലൗഡർ. ഈ ഹാർട്ട് ബീറ്റാണ് അദ്ദേഹം പറയുന്നത്. ഒക്കെ ദെൻ വില്ലൻസ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഐ ഷ്രീറ്റ്, അദ്ദേഹം അലറി പറഞ്ഞൊന്നുമില്ല. ഡിസംബിൾ നോ മോർ, ഇനി കൂടുതൽ കൺസീൽ ചെയ്യുന്നില്ല, അത് മറച്ചു വെക്കുന്നില്ല. ഡിസംബിൾ നോ മോർ, ഐ അഡ്മിറ്റ് ദ ഡീഡ്. ആ ഒരു പ്രവൃത്തി, ആ തെറ്റ്, ക്രൈം ഞാൻ അഡ്മിറ്റ് ചെയ്തു. ആ പ്ലാങ്ക്, ആ വുഡൻ പ്ലാങ്കാണ്, പലക പൊളിച്ചു. ഹിയർ ഇറ്റ് ഈസ് ദ ബീറ്റിംഗ് ഓഫ് ഹിസ് ഹിഡിയസ് ഹാർട്ട്. ആ ഹാർട്ടിൻ്റെ ബീറ്റിംഗ് ആണ് ഇപ്പോൾ ഈ കാണുന്നത് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ ആ ഹാർട്ട് ബീറ്റാണ് കേട്ടോ നമ്മുടെ ടൈറ്റിൽ വരുന്നത്. ടെൽ ടെയിൽ, ആ ടെയിൽ കഥ പറയുന്ന, അദ്ദേഹമാണ് കൊന്നത് എന്ന് പറഞ്ഞ ഹാർട്ട് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മുടെ ടൈറ്റിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു സ്റ്റോറി കേട്ടോ. ഇനി ഇതിൻ്റെ എസ്സേസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. യു ക്യാൻ റീഡ് ഇറ്റ്സ്. ഓക്കെ, ആൻഡ് ആസ്ക് ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ്.